കയ്യിൽ ചില്ലി കാശില്ലെങ്കിലും കാശുകാരനായി നടക്കാൻ ശ്രമിക്കുന്ന ഒരാളെ അടുത്തൊന്നും കണ്ടിട്ടില്ല എങ്കിൽ പാകിസ്ഥാനെ നോക്കിയാൽ മതി. രാജ്യം വലിയൊരു സാമ്പത്തിക തകർച്ചയിലാണ്. ഒരു വശത്ത് UAE-യോടും IMF-നോടും കടം ചോദിച്ചു നടക്കുന്നു. മറുവശത്ത് ഡൊണാൾഡ് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് എന്ന ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ $1 ബില്യൺ വാരിക്കോരി നൽകുന്നു. യു സീ ദി ഐറണി, ഡോണ്ട് യു? കേൾക്കുമ്പോൾ തന്നെ ഒരു വിരോധാഭാസം തോന്നുന്നില്ലേ? അപ്പോൾ ഇനി നോക്കാൻ പോകുന്നത് പാകിസ്ഥാന്റെ ഈ വിചിത്രമായ നയതന്ത്രത്തെക്കുറിച്ചാണ്. ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ട്രംപിന്റെ പുതിയ സമാധാന പദ്ധതിയിൽ പങ്കുചേരാൻ പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടി നൽകേണ്ടി വരുന്ന വില വളരെ വലുതാണ്. കടക്കെണിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു രാജ്യം എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്? പാകിസ്ഥാൻ ആർമി ചീഫ് അസീം മുനീറും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും എന്താണ് ലക്ഷ്യമിടുന്നത്? നമുക്ക് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് ഒന്ന് പരിശോധിക്കാം. ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ ടേമിൽ മുന്നോട്ട് വെച്ച ഒരു സമാധാന പദ്ധതിയാണിത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും അതുപോലെ അവിടുത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മറ്റുമായി അതൊക്കെ ഏകോപിപ്പിക്കാനുമായി രൂപീകരിച്ചൊരു എലീറ്റ് ഗ്രൂപ്പാണ് ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട 8 ഇസ്ലാമിക രാജ്യങ്ങളെയാണ് ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അതിലൊന്നായി ഇപ്പോൾ പാകിസ്ഥാനും മാറിയിരിക്കുന്നു. ഈ ബോർഡിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ പാകിസ്ഥാൻ നൽകേണ്ടത് $1 ബില്യൺ ആണ്. അതായത് ഏകദേശം 8300 കോടിയിലധികം ഇന്ത്യൻ രൂപ. ഗാസയിലെ ജനങ്ങളെ സഹായിക്കാനും സമാധാനം കൊണ്ടുവരാനുമാണ് ഈ പണം എന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാദ് ദാർ പറയുന്നത്. ശാശ്വതമായ വെടിനിർത്തലിന് ഈ ബോർഡ് സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഇവിടെയാണ് കഥയിലെ വമ്പൻ ട്വിസ്റ്റ് വരുന്നത്. ഈ $1 ബില്യൺ ഇല്ലേ, ഇത് നൽകാൻ സമ്മതിക്കുമ്പോഴും പാകിസ്ഥാൻ UAE-യോട് ചോദിക്കുന്നത് $2.2 ബില്യൺ സഹായമാണ്. അതായത് ഒരിടത്ത് നിന്ന് കടം വാങ്ങി മറ്റൊരിടത്ത് ഡൊണേഷൻ നൽകുന്ന അവസ്ഥ. പാകിസ്ഥാന്റെ വിദേശ നാണയ കരുതൽ ശേഖരം വളരെ താഴ്ന്ന നിലയിലാണ്. എന്നിട്ടും ട്രംപിന്റെ ഗുഡ് ബുക്കിൽ വരാൻ വേണ്ടി പാകിസ്ഥാൻ ഈ റിസ്ക് എടുക്കുകയാണ് എന്ന് ചുരുക്കം. പലരും ചോദിക്കുന്നത് ഇതാണ്: സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് ആഹാരം നൽകാൻ പണമില്ലാത്തപ്പോഴാണോ നിങ്ങൾ ആഗോള സമാധാനം സ്ഥാപിക്കാൻ പണം ചെലവാക്കുന്നത്? പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു ഡെറ്റ് ട്രാപ്പിലാണ്. IMF-ൽ നിന്ന് അടുത്ത ഗഡു വായ്പ കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് മേൽ കടുത്ത നികുതികൾ ചുമത്തുന്നതിനിടയിലാണ് ഈ $1 ബില്യൺ പ്രഖ്യാപനം വരുന്നത്. ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ അസീം മുനീർ നേരിട്ടാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അവർ ട്രംപിനെ നേരിട്ട് കാണുമെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണ ഒരു ജനാധിപത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. എന്നാൽ പാകിസ്ഥാനിൽ ആർമി ചീഫിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് സൈന്യമാണ് എന്നാണ്. അമേരിക്കയുടെ പുതിയ ഭരണകൂടവുമായി നല്ല ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് സൈന്യത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അടുത്ത ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം ഇതാണ്: ഈ ഒരു നീക്കം നയതന്ത്രമാണോ അതോ വെറും നാണക്കേട് ഭയന്നിട്ടാണോ എന്നുള്ളത്. പാകിസ്ഥാന്റെ ഈ ഒരു നീക്കം വെറും ഒരു സമാധാന മോഹമല്ല, മറിച്ച് ഒരു സർവൈവിംഗ് സ്ട്രാറ്റജിയാണ്. അതിനും കാരണങ്ങൾ പലതാണ്. ഒന്നാമതായി അമേരിക്കയുടെ പിന്തുണ. ട്രംപിന്റെ പദ്ധതിയിൽ പങ്കാളിയാകുന്നതിലൂടെ വൈറ്റ് ഹൗസിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാം. രണ്ടാമത്തേത് ഇസ്ലാമിക ലോകത്തെ സ്ഥാനമാണ്. അതായത് പ്രധാന ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂടെ നിൽക്കുന്നത് തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. മൂന്നാമത്തേത് സാമ്പത്തിക ഇളവുകൾ. ട്രംപിനെ പ്രീണിപ്പിച്ചാൽ IMF വായ്പകൾ വേഗത്തിൽ കിട്ടാൻ അമേരിക്ക സഹായിച്ചേക്കും. എന്തു തന്നെ ആയാലും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. നമുക്ക് ഗോതമ്പ് വാങ്ങാൻ പണമില്ല, അപ്പോഴാണ് ട്രംപിന് പണം നൽകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാനികൾ പറയുന്നത്. പാകിസ്ഥാന്റെ കയ്യിൽ ഇപ്പോൾ ശരിക്കും പണമില്ല എന്നതാണ് വാസ്തവം. UAE-ൽ നിന്ന് ലഭിക്കുന്ന $2.2 ബില്യൺ സഹായത്തിൽ പകുതിയും ഇങ്ങോട്ടേക്ക് തന്നെ പോകേണ്ടി വരും. എന്തായാലും ദാവോസിൽ നിന്ന് ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ അനുസരിച്ച് ട്രംപിന്റെ ടീം പാകിസ്ഥാന്റെ ഈ ഒരു വരവിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ $1 ബില്യൺ എങ്ങനെ കണ്ടെത്തുമെന്ന കാര്യത്തിൽ പാകിസ്ഥാൻ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ഇതിനിടയിൽ ചൈനയുടെ കടം തിരിച്ചടയ്ക്കാനുള്ള സമ്മർദ്ദവും പാകിസ്ഥാന് മേലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണ് ഇസ്ലാമാബാദ്. അപ്പോൾ പാകിസ്ഥാന്റെ ഈ സമാധാന മെമ്പർ ആകാനുള്ള പ്ലാൻ ലോക രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. സ്വന്തം വീട് കത്തുമ്പോൾ അയൽക്കാരന്റെ വീട് പണിയാൻ പണം നൽകുന്ന ഈ ഒരു രീതി പാകിസ്ഥാനെ എവിടെ എത്തിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ട്രംപിനെ പ്രീണിപ്പിച്ച് സാമ്പത്തിക രക്ഷപ്പെടൽ നടത്താമെന്ന പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ ശരിയാകുമോ അതോ ഇത് മറ്റൊരു സാമ്പത്തിക ആത്മഹത്യയായി മാറുമോ എന്നൊക്കെ കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.